ഗർഭപാത്രത്തിന്റെ സുഖശീതളമേൽ ചുരുണ്ടുകൂടി അവൻ കിടന്നു. വയറിൽ ഫിറ്റ് ചെയ്ത ട്യൂബിലൂടെ ഭക്ഷണവും വെള്ളവും യഥേഷ്ടം അവന് ലഭിച്ചുകൊണ്ടിരുന്നു. ക്രമേണ അവൻ കേൾക്കാൻ തുടങ്ങി. താൻ കിടക്കുന്ന കൂടിനകത്ത് കിടന്ന് പുറത്തുള്ള ശബ്ദങ്ങൾക്ക് അവൻ കാതോർത്തു. പിന്നെ പിന്നെ അവൻ ആ സത്യം മനസ്സിലാക്കി. താൻ കിടക്കുന്ന ഈ കൂടിനു പുറത്ത് ഒരു ലോകമുണ്ട്. പുറത്തുനിന്നുള്ള ശബ്ദങ്ങൾ അവനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. പുറം ലോകം കാണുവാനുള്ള അതിയായ ആഗ്രഹം കാരണം അവൻ ആ കൂടിന്റെ ഭിത്തിയിൽ ആഞ്ഞു ചവിട്ടിക്കൊണ്ടിരുന്നു. അവനെ ചുമക്കുന്ന അമ്മയ്ക്ക് അതൊരു വേദനയും സന്തോഷവും സമം ചേർന്ന അനുഭൂതിയായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവന്റെ പരാക്രമങ്ങൾക്ക് ഫലമുണ്ടായി. അവൻ ഭൂമിയിൽ അവതരിച്ചു. കണ്ണു തുറന്നപ്പോൾ ചുറ്റിനും കൂടിയിരിക്കുന്ന ആൾക്കൂട്ടം കണ്ട് അവൻ ഭയന്ന് വാവിട്ട് കരഞ്ഞു. ആരോ കാതിൽ മുഴക്കിയ മധുര സംഗീതത്തിൽ ലയിച്ച് അവൻ ശാന്തനായി. പതിയെ അവൻ വളരാൻ തുടങ്ങി. അവൻ പലതും പഠിച്ചു. അവന് ഗുരുക്കന്മാർ പലതായിരുന്നു. അമ്മ, ചുറ്റിലുമുള്ള മനുഷ്യർ, ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങൾ, പ്രകൃതി. അമ്മ അവനെ പലതും പഠിപ്പിച്ചു. കമഴ്ന്നു കിടക്കാൻ, മുട്ടിലിഴയാൻ, പിടിച്ചു നിൽക്കാൻ, പിന്നെ നടക്കാൻ, അങ്ങനെ പലതും. ചുറ്റിലുമുള്ള മനുഷ്യരിൽ നിന്നും അവൻ ഒരുപാട് പഠിച്ചു. ജീവജാലങ്ങളെ അവൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. തങ്ങളെക്കാൾ 100 ഇരട്ടി ഭാരമുള്ള ജീവികളെയും വലിച്ചുകൊണ്ടു പോകുന്ന ഉറുമ്പുകൾ ഐക്യമെന്തെന്ന് അവനെ പഠിപ്പിച്ചു. അവർ സ്വരുക്കൂട്ടി വെക്കുന്ന ധാന്യമണികൾ സമ്പാദ്യശീലത്തെ പറ്റിയുള്ള പാഠമായിരുന്നു. 3ഉം 4ഉം കാക്കകളോട് പോരടിച്ച് തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കോഴിയും അവനൊരു പാഠമായിരുന്നു. പ്രകൃതി, കാറ്റും മഴയും ചൂടും തണുപ്പുമെല്ലാം അവനെ പഠിപ്പിച്ചു. ശുദ്ധമായ അമ്മിഞ്ഞപ്പാൽ മാത്രം കുടിച്ചിരുന്ന അവൻ മായം കലർന്ന ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങി. ശുദ്ധമായ അവന്റെ ശരീരത്തിലും മനസ്സിലും ചിന്തകളിലും മായം കലരാൻ തുടങ്ങി. കൈകാലുകൾ വളരുന്നതോടൊപ്പം അവന്റെ അഹങ്കാരവും വളർന്നു. ശരീര വളർച്ചയ്ക്കൊപ്പം പ്രണയം, കാമം തുടങ്ങിയ വികാരങ്ങളും അവനിൽ വന്നു ചേർന്നു. ബാലനായും വിദ്യാർത്ഥിയായും ജീവിതവേഷങ്ങൾ കെട്ടിയാടിയ അവനൊരു യുവാവായി. അപ്പോഴേക്കും പണമെന്ന കടലാസു കഷ്ണമാണ് ഈ ലോകത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്ന വലിയ വിഡ്ഢിത്തം അവൻ ധരിച്ചുവെച്ചു. കുട്ടിക്കാലത്ത് അമ്മയും പ്രകൃതിയും പഠിപ്പിച്ച നന്മയുടെ പാഠങ്ങൾ അവൻ മറന്നു. കാലക്രമത്തിൽ അവൻ വിവാഹിതനായി, പിതാവായി. കാലം കടന്നുപോകെ ഒരു നാൾ വിലപിടിപ്പുള്ള ബെൽജിയം കണ്ണാടിയിൽ സ്വന്തം മുഖം നോക്കവേ അവൻ കണ്ടു. തലയിൽ അങ്ങിങ്ങായി നരച്ച തലമുടികൾ, ചുളിവ് വീണ തുടങ്ങിയ തന്റെ മുഖം. ഒരു ദിവസം പ്രഭാത സവാരിക്കിടയിൽ കൈകാലുകൾ തളരുന്നതായും തല ചുറ്റുന്നതായും അവന് തോന്നി. കുഴഞ്ഞു വീണ അവനെ ആരൊക്കെയോ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ആഴ്ചകളോളം ശരീരം തളർന്ന് അവൻ കിടന്നു. ചുറ്റിലും നടക്കുന്നതെല്ലാം അവൻ അറിയുന്നുണ്ടായിരുന്നു. സ്വത്തിനു വേണ്ടി തമ്മിൽ കലഹിക്കുന്ന മക്കളുടെ ശബ്ദം അവൻ കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ മരണം ആഗ്രഹിക്കുന്ന മുഖങ്ങൾ അവൻ കാണുന്നുമുണ്ടായിരുന്നു. ഒടുവിൽ തന്റെ ശരീരത്തിൽ നിറയ്ക്കാനുള്ള തണുപ്പുമായി മരണത്തിന്റെ മാലാഖ പറന്നിറങ്ങുന്നത് അവൻ കണ്ടു. രക്ഷയ്ക്ക് വേണ്ടി മാലാഖയ്ക്ക് മുന്നിൽ വാവിട്ട് കരഞ്ഞവൻ യാചിച്ചു. ദിവസവും ലക്ഷങ്ങളുടെ ജീവനെടുക്കുന്ന മാലാഖയ്ക്ക് അവനോട് മാത്രം അലിവ് തോന്നേണ്ട കാര്യമില്ലല്ലോ. പൊതിഞ്ഞു കെട്ടിയ അവന്റെ ശരീരവും കൊണ്ട് യാത്രയാകുമ്പോൾ അവൻ അതിൽ നിന്ന് കുതറി പുറത്തു ചാടാൻ ശ്രമിച്ചിട്ടുണ്ടാവും. മുമ്പ് അവൻ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു ചാടാൻ ശ്രമിച്ച പോലെ. അന്നവന് പുതിയ ലോകം കാണാനുള്ള ആവേശമായിരുന്നെങ്കിൽ ഇന്നവന് പുതിയ ലോകത്തെക്കുറിച്ച് ഓർത്തുള്ള പരവേശമാണെന്ന് മാത്രം. നിസ്സഹായനായ അവനെ 4 ചോദ്യങ്ങൾ നോക്കി പല്ലിളിക്കുന്നുണ്ടാവും. നീ എന്തിനു വന്നു? നീ എന്ത് ചെയ്തു? നീ എവിടേക്ക് പോകുന്നു? നിന്നെ ഓർത്ത് കരയാൻ ആരെങ്കിലും ഭൂമിയിൽ ബാക്കിയുണ്ടോ? 4ാം നാൾ മണ്ണിനടിയിൽ ചീഞ്ഞളിഞ്ഞ അവന്റെ ശരീരം പുഴുക്കൾ തിന്നു തുടങ്ങും. പൊട്ടിയൊലിച്ച് അവനിൽ നിന്ന് ഊർന്നിറങ്ങുന്ന സത്ത മുള്ളുചെടികളും മറ്റും വളമായി വലിച്ചെടുക്കും. പുഴുക്കൾക്ക് ഭക്ഷണമായതിലൂടെ, ചെടിക്ക് വളമായതിലൂടെ മുമ്പ് പ്രകൃതിയോട് ചെയ്ത ക്രൂരതയ്ക്കുള്ള കടം അവനറിയാതെ തന്നെ അവൻ വീട്ടി. മരിച്ചവർ ആരും തിരിച്ചു വന്ന് മരണത്തിന്റെ കഥ പറയാത്തിടത്തോളം കാലം മനുഷ്യൻ എന്ന അല്പപ്രാണിയുടെ അഹങ്കാരം ശമിക്കില്ല. ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു പൊട്ടുപോലെ കിടക്കുന്ന ഭൂമിയിലെ കോടിക്കണക്കിന് ജീവജാലങ്ങളിലൊന്നായ മനുഷ്യരിലെ 70 കോടി മനുഷ്യരിൽ നിസാരനായ ഒരാൾ മാത്രമാണ് ഞാനെന്ന് ആര് തിരിച്ചറിയുന്നുവോ അവനാണ് യഥാർത്ഥ മനുഷ്യൻ. നന്മ ചെയ്യാൻ നമുക്ക് ഉള്ളതിൽ നിന്ന്. സോഷ്യൽ മീഡിയയിൽ നിന്നും ലഭിച്ച ഈ മെസ്സേജിന് ശബ്ദം നൽകിയത് സാറ.